ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി കോൺ തയ്യാറാക്കിയാലോ. ഇത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. വീട്ടിൽ പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റാർട്ടർ റെസിപ്പി ആയിട്ടും വയ്ക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്പി കോൺ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 2 ചോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് അടർത്തിയെടുക്കണം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ ഈ 250 ml കപ്പിനാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഈ സ്വീറ്റ് കോൺ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് സ്വീറ്റ് കോൺ ചേർക്കാം. ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പാകത്തിന് വെന്ത് കിട്ടും. കൂടുതൽ ഇത് വേവിച്ചെടുക്കരുത്. ഇത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഞാനിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വേവിച്ചെടുത്ത സ്വീറ്റ് കോൺ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 4ാമത്തെ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്തത്. ഇത് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചോളം ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതുവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്ന് ഞാനിത് കോരി മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള ചോളവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സ്വീറ്റ് കോൺ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാളയാണ് ഇപ്പോൾ ചേർത്തത്. 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ ഈ സമയത്ത് അല്പം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്പി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ ചോളം വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്